ചരിത്രത്തിന്റെ താളുകളിൽ ചോര കൊണ്ട് എഴുതപ്പെട്ട ചില പേരുണ്ട്. അധികാരത്തിന്റെ അഹന്തയ്ക്കും കോളനി വാഴ്ചയുടെ ക്രൂരതയ്ക്കുമെതിരെ നെഞ്ചുവിരിച്ചു നിന്നവർ. പട്രീസ് ലുമുമ്പ്, ആഫ്രിക്കയുടെ ഹൃദയമായ കോംഗോയെ സ്വതന്ത്രമാക്കാൻ ഇറങ്ങിത്തിരിച്ച വിപ്ലവകാരി. വെറും 10 ആഴ്ചകൾ മാത്രം അധികാരിയിലിരുന്ന ഒരാൾ എങ്ങനെ ഒരു ഭൂഖണ്ഡത്തിന്റെ ആകെ രക്തസാക്ഷിയായി? നമുക്ക് നോക്കാം. ബെൽജിയത്തിന്റെ ക്രൂരമായ ഭരണത്തിന് കീഴിൽ ശ്വാസം മുട്ടുകയായിരുന്നു കോംഗോ. അന്ന് ലിയോപോൾഡ് രാജാവിന്റെ റബ്ബർ തോട്ടങ്ങളിൽ മുറിച്ചുമാറ്റപ്പെട്ട കൈകളുടെയും നിലവിളികളുടെയും കഥയെ കോംഗോയ്ക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. ഈ ഇരുട്ടിലേക്കാണ് 1925 ഒരു സാധാരണ കുടുംബത്തിൽ ലുമുമ്പ ജനിക്കുന്നത്. ഒരു പോസ്റ്റ് ഓഫീസ് ജീവനക്കാരനായി ജീവിതം തുടങ്ങിയ അയാൾ വാക്കുകളുടെ മൂർച്ച കൊണ്ട് ജനങ്ങളെ ഉണർത്തി. 1958 അയാൾ കോംഗോ നാഷണൽ മൂവ്മെന്റ് രൂപീകരിച്ചു. ഗോത്രങ്ങൾക്കിടയിൽ ഭിന്നിച്ചു നിന്ന ഒരു ജനതയെ അയാൾ പാൻ ആഫ്രിക്കനിസം എന്ന ഒറ്റ വികാരത്തിന് കീഴിൽ അണിനിരത്തി. 1960 ജൂൺ 30 കോംഗോ സ്വതന്ത്രമാകുന്ന ദിവസം. ബെൽജിയം രാജാവിനെ സാക്ഷി നിർത്തി ലുമുമ്പ നടത്തിയ ആ പ്രസംഗം ചരിത്രമായി. ഇതൊരു ദാനമല്ല, മറിച്ച് പോരാടി നേടിയതാണ്. അടിമത്തത്തിന്റെ അപമാനം ഇനി നമ്മുടെ മണ്ണിൽ ഉണ്ടാവില്ല. അതെ, കോംഗോയുടെ ആദ്യ പ്രധാനമന്ത്രിയായി ലുമുമ്പ തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ ആ വിജയം അധികകാലം നീണ്ടുനിന്നില്ല. സ്വതന്ത്രമായെങ്കിലും കോംഗോയെ വെറുതെ വിടാൻ സാമ്രാജ്യത്വ ശക്തികൾ തയ്യാറായിരുന്നില്ല. കോംഗോയിലെ ഖടിസമ്പത്തുകളിൽ കണ്ണുനട്ട ബെൽജിയവും ശീതയുദ്ധത്തിന്റെ ഭാഗമായി അമേരിക്കയും ലുമുമ്പയെ ശത്രുവായി കണ്ടു. ബെൽജിയത്തിന്റെ സഹായത്തോടെ കതാങ്ക പ്രവിശ്യ വേർപെട്ടു. ലുമുമ്പയെ പുറത്താക്കാൻ തന്റെ തന്നെ വിശ്വസ്തനായ പട്ടാള മേധാവി മൊബൂട്ടു സെസെ സെക്കോ ചരട് വലിച്ചു. അമേരിക്കയുടെ CIA-യും ബെൽജിയം സൈന്യവും ചേർന്നൊരുക്കിയ ആ കറുത്ത ഗൂഢാലോചന ലുമുമ്പയെ വേട്ടയാടി. 1961 ജനുവരിയിൽ ആ ക്രൂരത അതിന്റെ അന്ത്യത്തിലെത്തി. ക്രൂരമായി മർദ്ദിച്ച വശനാക്കിയ ശേഷം കാടിനുള്ളിൽ വെച്ച് ലുമുമ്പ വെടിയേറ്റു വീണു. അയാളുടെ ശരീരം പോലും അവശേഷിപ്പിക്കാൻ ആ ശത്രുക്കൾ ഭയപ്പെട്ടിരുന്നു. ആസിഡിൽ മുക്കി ആ വിപ്ലവകാരിയുടെ ശരീരം അവർ അലിയിച്ചു കളഞ്ഞു. പക്ഷേ അവർക്ക് ലുമുമ്പ എന്ന ആശയത്തെ അലിയിച്ചു കളയാനായില്ല. ലുമുമ്പയ്ക്ക് ശേഷം ദശാബ്ദങ്ങളോളം കോംഗോ ഏകാധിപത്യത്തിന്റെയും ആഭ്യന്തര യുദ്ധത്തിന്റെയും കളിസ്ഥലമായി മാറി. കോളനി വാഴ്ച അവസാനിച്ചെങ്കിലും സാമ്പത്തികമായി ഇന്നും കോംഗോ ചൂഷണം ചെയ്യപ്പെടുന്നു. പട്രീസ് ലുമുമ്പ മരിച്ചിട്ടില്ല. അടിച്ചമർത്തപ്പെട്ട ഓരോരോ ജനതയുടെയും പോരാട്ടങ്ങളിൽ ആ പേര് ഇന്നും മുഴങ്ങി കേൾക്കുന്നു. ആഫ്രിക്കയുടെ ആത്മാഭിമാനത്തിന്റെ പേരാണ് ലുമുമ്പ.